ഈ ആൾക്കാർക്ക് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കിഡ്നാപ്പിംഗ് പരിപാടികളാണ്. Inside my house, Sahadev Mandiram. I am alone here, and these criminals are always doing certain activities, criminal activities, cyber crime, everything actually. What like ഇവരെപ്പോഴും നമ്മുടെ നെറ്റ് ഇതാക്കുക, നമുക്ക് നെറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര ഇതൊക്കെ. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി പറഞ്ഞുകൊണ്ട് ഇതാക്കുക. ഈ ഒരു രാജേഷ് സിംഗ് എന്ന് പറയുന്നത് ഈ സമാധാന മന്ദിരത്തിലെ അവരുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ കയറ്റിക്കൊണ്ട് പോകുന്നത് നമ്മളെവിടെയോ പോയെന്ന് വെച്ചത് ഇങ്ങനെയൊക്കെ പറയുന്നത് എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ നടത്തുക. നമ്മൾ സാധാരണ മന്ദിരത്തിൽ പോകുന്നത്, നമ്മുടെ സാധാരണ മന്ദിരത്തിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. അതുപോലെ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഷേപ്പ് മാറ്റുക, ഭയങ്കര നമ്മുടെ തലയുടെ ഷേപ്പ് മാറ്റുക, ഈ ലേസർ അടിച്ചിട്ട് നമ്മുടെ ഫാറ്റ് ഒക്കെ ഊടിക്കുക, ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖത്തോട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കാൻ. ഇങ്ങനെ ആരോ ഇങ്ങനെ അടിച്ചിരുന്നോണ്ട് ഇങ്ങനെ ഫുൾ ടൈം ലേസർ അടിക്കാണ്, ഫോൺ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ട് എന്തുവാ ഈ സിജി സുബ്രഹ്മണ്യന്റെ കാര്യം. നമ്മൾ കറക്റ്റ് ആയിട്ട് 2019-20 പോലെ പറയുകയാണ് ഇവൻ നമ്മളുടെ ആരൊക്കെ വന്ന് വരച്ച് തീർത്തിട്ട് നമ്മളെ പല രീതിയിലും ഇതാക്കാനായിട്ട്, നമ്മുടെ സ്വത്തം അടിച്ചു മാറ്റാനും പല രീതിയിൽ ഇവൻ ഇതാക്കുന്നുള്ളത് അതിന് തെളിവായിട്ട് ആളുകളെല്ലാം കേട്ടതുണ്ട്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 13th പ്രധാനമന്ത്രി സോമരാജൻ പരസ്യമായിട്ട് ഞാൻ സിജി സുബ്രഹ്മണ്യനെ എന്റെ ഭർത്താവായിട്ട് വെച്ചോണ്ടിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കി അവിടെ പരസ്യമായിട്ട് പറഞ്ഞത് ആൾക്കാരൊക്കെ കേൾക്കുകയും അവർക്കൊക്കെ ശരി എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയും എന്തൊക്കെയാണ് പറയുന്നത്. അവിടെ കേട്ടിരുന്ന കുറെ ആൾക്കാർ അവർക്കൊക്കെ അറിയുന്നത് വെറും കള്ളത്തരാണെന്നുള്ളത് അവരൊക്കെ ഓരോരുത്തരോട് പറഞ്ഞിട്ടുമുണ്ട്. ഇത് നമ്മളെ ആരും അല്ലെന്നുള്ളതും നമുക്ക് അങ്ങനെ ഒരു യാതൊരു ബന്ധവും ഇവരുമായിട്ടില്ല എന്നുള്ളതും എല്ലാം അവർക്കറിയാം. ഇവനിങ്ങനെ കള്ള കഥകൾ ഉണ്ടാക്കുന്ന പരിപാടികൾ ഇവന്റെ സുബ്രഹ്മണ്യന്റെ അവന്റെ മോന്റെയും ഇങ്ങനെ എല്ലാവരെയും എന്തുവാ ഇങ്ങനെ നടക്കുന്നവരെല്ലാം നമ്മുടെ വീട്ടിലോട്ട് വരികയാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇവൻ സ്ഥിരം കഥകൾ ഉണ്ടാക്കുക. ഇതൊന്നും നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെ നടന്ന കഥകളൊന്നും ഞാൻ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണിൽ. ഞാൻ ആരുടെ കൂടെ ഇരിക്കുന്നില്ല, ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെയാണുള്ളത്. എവിടെയെങ്കിലും പോയാൽ ഞാൻ പോകുന്ന സ്ഥലം ഇതാക്കാറുണ്ട്, പറയാറുണ്ട്, എഴുതാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് ഇടുന്നുണ്ട്, നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ ഇടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോണില് നെറ്റും അതും ഇതെല്ലാം കട്ട് ചെയ്യുക. ഇന്നലെ അപ്പം നമ്മുടെ ഇവിടെ ഇല്ലാതെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വൈഫൈ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ സഹദേവ മന്ദിരം ഒന്ന് കാണിച്ചു തരും. എന്റെ വൈഫൈയുടെ നെയിം നമ്മൾ ഇട്ടിരിക്കുന്നത് സഹദേവ മന്ദിരം കാണിക്കും. എന്റെ വീട്ടിലാണ്, എന്റെ വീടാണ്, എന്റെ സ്വന്തമാണ്. അപ്പൊ നമ്മൾ സഹദേവ മന്ദിരം ഇട്ടിരിക്കുന്ന ആളും നമ്മൾ ആ വൈഫൈക്കകത്ത് സഹദേവ മന്ദിരം ഒന്ന് വരരുതെന്നുള്ളത് എന്തോ നമ്മുടെ ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വൈഫൈ സ്റ്റോപ്പ് വീക്ക് ആക്കുമ്പോൾ നമുക്ക് വൈഫൈ കിട്ടത്തില്ലല്ലോ, അപ്പം കണക്ട് ആവത്തില്ല. അപ്പൊ നമ്മുടെ ഫോണിൽ വൈഫൈ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സഹദേവ മന്ദിരം. അതെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയൊന്നും വല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഇത് അങ്ങനെ നമ്മുടെ ലൊക്കേഷൻസ് മാറ്റുക, അത് ലൊക്കേഷൻസ് മാറ്റുന്നതെല്ലാം നമ്മൾ തെളിവ് സ്ഥലത്തിട്ടുണ്ട്. നമ്മുടെ കൊല്ലം, പിന്നെ ചിറയൻകീഴ്, നെടുമങ്ങാട്, കുന്നത്തൂര്, ഇതൊക്കെ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കുന്നത്തൂരൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഇത് എവിടെയാണ് ഈ കുന്നത്തൂര് നമുക്ക് അറിയത്തേ ഇല്ല. അപ്പം ഇതെല്ലാം കണ്ടുപിടിക്കണം ഏതാ അവളുമാരാണ് നമ്മളുടെ അവന്മാരുമാണ് നമ്മളുടെ ഈ കളത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഭയങ്കര സൈബർ ക്രൈം ആണ് ഈ ചെയ്യുന്നത്. ഇവന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? എവിടെ ഉണ്ടാവും ഇവന്മാർക്ക് അധികാരം? ഒരു ഇന്ത്യൻ പൗരനെ എതിരെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ആരാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത്? ആരാണ് ഇവർക്ക് ഇത്ര വലിയ ഇത് കൊടുക്കുന്നത്? നമുക്കൊന്നും അറിയണ്ട. ഈ ക്രിമിനൽസിന് ഇത്ര വലിയ സപ്പോർട്ട് കൊടുക്കുന്നത് ഏത് രീതിയിലുള്ളവരാണ്? ഏത് പോലീസാണ് ഇവന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? ഈ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടി, നമ്മുടെ സ്വത്ത് മുതലും അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാട്ടുകാർക്കെല്ലാം മനസ്സിലായി നമ്മളെ സ്ഥിരം ചീത്ത വിളിക്കുന്ന ഇവരാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്, ഇവരാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത് എന്നെല്ലാം നാട്ടുകാർക്ക് ഫുൾ മനസ്സിലായി. കാരണം അതുപോലത്തെ ചെറിയാണ് നമ്മളെ വിളിക്കുന്നത് പരസ്യമായിട്ട്. ഗുരുമന്ദിരത്തിലോ അവിടെ എവിടെയെല്ലാം വെച്ച് നമ്മുടെ വഴിക്ക് നിൽക്കുന്നതാണ് മുഖത്തോട്ട് ചോർച്ചടി. ഇതിനെല്ലാം തെളിവ് ചെയ്ത നമ്മളിലുണ്ട്. ഇങ്ങനത്തെ ഹരാസ്മെന്റ് ഞാൻ വേറെ ആരോടെങ്കിലും ചെയ്താൽ അവർ വെച്ചേക്കുമോ നമ്മളെ? ഇവരൊക്കെ എന്ത് ചെയ്തിട്ടും പോലീസും ഇല്ല, പട്ടാളവും ഇല്ല, ഒന്നുമില്ല. പോലീസുകാർക്കൊക്കെ യുവമാർക്ക് സപ്പോർട്ടാണെന്ന്. അത് എന്തൊരു ഇതാണ്, എന്തൊരു രീതിയാണ്. നമ്മുടെ ക്യാമറ റെക്കോർഡ് ആവാതിരിക്കാൻ നമ്മുടെ SD കാർഡ് കറക്റ്റ് ആക്കുക, SD കാർഡ് എന്തൊക്കെയോ ചെയ്യുക. ഇങ്ങനെ പല പരിപാടികളാണ് യുവമാർക്ക്. പിന്നെ അറിയാമല്ലോ ക്യാമറ ഓഫ് ആവുക. നമ്മുടെ ക്യാമറ എപ്പോഴും ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. പവർ സപ്ലൈ ഇല്ലെങ്കിലും ഇൻവേർട്ടർ ഉണ്ട് ഇവിടെ ഫുൾ. ഇപ്പോഴും ഞാൻ നോക്കി ഇൻവേർട്ടർ എല്ലാം കറക്റ്റ്, എല്ലാം വെള്ളം എല്ലാം ഫുൾ നമ്മുടെ അങ്ങനെ കെയർ ചെയ്താണ് നമ്മുടെ ഇൻവേർട്ടർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതാക്കുന്നുണ്ട്. അപ്പൊ ഇതാക്കുക അങ്ങനെ പല രീതിയാണ് ഇവർക്ക്. നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ മുഖം വീർപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുഖം ഇങ്ങനെ വീർക്കണം. നമ്മള് എനിക്ക് 50 വയസ്സായി, എന്താണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്, നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? 50 വയസ്സായില്ലേ? 50 വയസ്സാണെങ്കിൽ വെപ്രാളം, എനിക്ക് 50 വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് വെപ്രാളം എന്തോ ഇതിലാണ് ഇത്ര വെപ്രാളം വരാൻ. ഈ 50 വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്താണ് ഇത്ര
നമ്മളാരും നിനക്ക് 50 നിനക്ക് 60 നമ്മൾ പറയുന്നേ ഇല്ല. എന്റെ അമ്മക്ക് 88 വയസ്സായി, നമ്മൾ പറയുന്നത് നിനക്ക് 88 വയസ്സായി എന്തിനാണ് ഈ ജീവിക്കുന്നത് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ദൈവം കൊടുത്ത ആയുസ് അവർ കൊണ്ട് അവര് ചിലപ്പോൾ 98 വരെ ജീവിക്കും, 100 വയസ്സ് വരെ ജീവിക്കും. നമ്മളൊക്കെ ആരാ ചോദിക്കാൻ? ഇവനാരാണ് നമുക്ക് 50 വയസ്സായി ഇങ്ങനെ എഴുന്നേറ്റോട് നടക്കാൻ? ഇവനാരാ അധികാരം കൊടുക്കുന്നത്? ഇവനാണോ എന്തുവാ? ഇവനെന്താ ലോകത്തിന്റെ വേടക്കാരൻ? ഇവനാണോ എന്തുവാ ആൾക്കാരെ ഇതാക്കുന്നത്? ഇവൻ ആരാണ്? ഇവന് 90 വയസ്സായി, ഇവനെന്താ ഇരിക്കുന്നത്? ഇവനിരിക്കുന്ന എന്താ? നമുക്ക് 50 വയസ്സായി ഇപ്പൊ ലേസർ അടിച്ചുകൂടി, ലേസർ അടിച്ചാൽ ഇതിന്റെ സൗന്ദര്യം പോയി. ഇവനാരാണ് നമ്മുടെ സൗന്ദര്യം കളയാൻ, നമ്മുടെ മുഖം മാറ്റാൻ, നമ്മുടെ മുഖത്തോട്ട് പൊള്ളിക്കാൻ, നമ്മുടെ മുഖം പൊള്ളിക്കാൻ, നമ്മുടെ മുടി കൊഴിക്കാൻ? ഇവനൊക്കെ ആരാണ്? നമ്മുടെ ഷേപ്പ് മാറ്റാൻ ഇവനൊക്കെ ആരാണ്? നമ്മുടെ വയറിനെല്ലാം വീഴ്ത്തിച്ചെന്ന് വെച്ചിരിക്കുക. നമ്മുടെ വയർ എല്ലാം തെളിവുണ്ട്. നമ്മുടെ വയറൊക്കെ ഇങ്ങനെ വീർപ്പിക്കുന്നതിന് ഒരു ദിവസം ഒരു വണ്ണം, അടുത്ത ദിവസം വേറൊരു വണ്ണം, ഇതിനെല്ലാം തെളിവ് നമ്മുടെ ഈ യൂട്യൂബിനകത്ത്, എന്റെ ദീപായ പണിക്കർ എന്ന് പറയുന്ന യൂട്യൂബിനകത്ത് കണ്ടവരുടെ, ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നത് ഈ വീട്ടിലെ ഈ ക്യാമറയ്ക്കകത്തുള്ളവരെയാണ് വ്യത്യാസം. എന്റെ വീട്ടിലെ ഈ ക്യാമറ മൂന്നും എന്റെ വീട്ടിലാണ്. ഈ ക്യാമറ ഇപ്പം മറ്റേ ക്യാമറയായിട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ല വേറെ ദൂരെയും വേണ്ട. ഇതെല്ലാം തമ്മിൽ കാണാവുന്ന രീതിയിലാണ് എത്തിക്കുന്നത്. അപ്പം എന്തോ ഒന്ന് കഥ ഉണ്ടാക്കുന്നതാണ് ഇവർ. എന്തോ തേർഡ് റേറ്റ് കഥകളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്, എന്തോ കഥ ഉണ്ടാക്കും. ഇത് എന്റെ വീടാണ്, സഹദേവമന്ദിരം, ഞാൻ കണ്ടറൊന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ പല പല പരിപാടികളാണ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തും നടത്താൻ കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുക. തമിഴ്നാട്ടിലും കുറെ തെലുങ്കിലും ഒക്കെ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ ഡൽഹിയിൽ കുറെ തമിഴന്മാരായിരുന്നു ശല്യം. ഇതെല്ലാം നമ്മുടെ തെളിവായിട്ട് കിടപ്പുണ്ട്. ഈ ശ്രീരാജ് പണിക്കർ എന്ന് പറയുന്നത് കുറെ തമിഴന്മാരെയൊക്കെ അറിയാം. കുറെ വർഷങ്ങൾ അവർ തമിഴ്നാട്ടിൽ കടന്ന് വൈകിയതാണ്. നമുക്ക് തമിഴന്മാരെയൊന്നും അറിയില്ല, തമിഴും തെലുങ്കനെയൊന്നും നമുക്കറിയത്തില്ല. രാവിലെ നമ്മൾ കർണാടകയിലാണ് പോയി മംഗലാപുരത്ത് പഠിച്ചത്, അതായത് കന്നഡമൊന്നും എഴുതി പഠിച്ചിട്ടില്ല നമ്മളൊന്നും, എങ്ങും പോയിട്ട്. ഇവർക്ക് ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ കുപ്പിയിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെയൊക്കെ കൊന്നേച്ച് നടക്കുകയാണ് ഇവരിങ്ങനെ. ഇവിടെ എന്തോ അമ്പലത്തിൽ പോകുന്ന സ്വന്തം ഭർത്താവിനെ കൊന്നേച്ച് നടക്കുക ഇങ്ങനെ കോടികൾക്ക് വേണ്ടി.